നമ്മളിന്ന് ഊത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കണം. ഊത്തപ്പം കുറേ ചുട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഊത്തപ്പം വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊത്തപ്പ റെസിപ്പി സാധാ നമ്മൾ ദോശമാവ് കൂട്ടിയിട്ട് എന്താ പറയുക കുറേ ചുട്ടും വെച്ചേക്കണ്. ആ ദോശമാവിക്ക് നമ്മൾ ക്യാരറ്റും ഉള്ളിയും ഇപ്പാവും ഒക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നെയ്യും ഒക്കെ ഒഴിക്കണം. ആയിക്കൊണ്ടിരിക്കണം. ഇതെടുത്താ അല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കല്. എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് എന്താ നമ്മളിങ്ങനെ ഉണ്ടാക്കല്. നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, മസാല ദോശ ഉണ്ട്, ഊത്തപ്പുണ്ട്, സാമ്പാറുണ്ട്, ചട്ടിനി ഉണ്ട്, ഒക്കെ ഉണ്ട്. കണ്ടോ, വാവ് മസാലദോശ. അപ്പോൾ ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മൾ ആ ഊത്തപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഏകദേശമൊക്കെ ചുട്ടെടുത്ത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും ഊത്തപ്പായാലും ശരിയാവില്ല, അതിനും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ വേഗം പരത്തി ചുട്ട് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ. കറണ്ട് പോയി ഗ്യാസ് ഇവിടെ ഇപ്പം കറണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർത്തിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. സാമ്പാറും ചട്ടിനിയും ഒക്കെ നമ്മൾ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നെയ്യോ, അപ്പം അതിന് കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറണ്ട് പോയി. അപ്പോൾ ഇത് വേവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. വേവണ വരെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. നല്ല അടിപൊളി സാമ്പാർ. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പ്ലേറ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണോ? നോക്കണം, എല്ലാവർക്കും ഉണ്ടോ ഇങ്ങനത്തെ പ്ലേറ്റ്? ഉണ്ടോ? അറിതു എങ്ങനെയുണ്ട്? അതെ, മമ്മിക്ക് അപ്പോൾ ഊത്തപ്പം ഇടാം, ഇതും ഇടാം. രസമല്ലേ? നമ്മൾ മമ്മിക്ക് കൊടുക്കട്ടെ. ചട്ടിനി സാമ്പാർ. മമ്മി ഇവിടെ ഇരിക്കുക കേട്ടോ. മമ്മിക്ക് ഇവിടെ എങ്ങനെയൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം. ഇതാ കുപ്പായം തൊട്ടിട്ടില്ല. അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ഊത്തപ്പം ദോശയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ തിന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞു വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം കേട്ടോ. ടാറ്റാ. നമ്മൾ ആ ഊത്തപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഏകദേശമൊക്കെ ചുട്ടെടുത്ത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും ഊത്തപ്പായാലും ശരിയാവില്ല, അതിനും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ വേഗം പരത്തി ചുട്ട് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ. കറണ്ട് പോയി ഗ്യാസ് ഇവിടെ ഇപ്പം കറണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർത്തിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. സാമ്പാറും ചട്ടിനിയും ഒക്കെ നമ്മൾ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നെയ്യോ, അപ്പം അതിന് കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറണ്ട് പോയി. അപ്പോൾ ഇത് വേവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. വേവണ വരെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. നല്ല അടിപൊളി സാമ്പാർ. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പ്ലേറ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണോ? നോക്കണം, എല്ലാവർക്കും ഉണ്ടോ ഇങ്ങനത്തെ പ്ലേറ്റ്? ഉണ്ടോ? അറിതു എങ്ങനെയുണ്ട്? അതെ, മമ്മിക്ക് അപ്പോൾ ഊത്തപ്പം ഇടാം, ഇതും ഇടാം.
രസമല്ലേ? നമ്മൾ മമ്മിക്ക് കൊടുക്കട്ടെ. ചട്ടീനി സാമ്പാർ. മമ്മി ഇവിടെ ഇരിക്കുക കേട്ടോ. മമ്മിക്ക് ഇവിടെ എങ്ങനെയൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം. ഇതാ കുപ്പായം തൊട്ടിട്ടില്ല. അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ഊത്തപ്പം ദോശയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ തിന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞു വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം കേട്ടോ. ടാറ്റാ.